ചെറിയൊരു ചൂട് തട്ടിയാൽ മതി, കൂടുതൽ ചൂടിൻ്റെ ആവശ്യമില്ല. ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ബേക്കറി സൈദ ബേക്കറി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് ഈ ഗത്തായിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭവം മേടിക്കാനുണ്ട്. അത് ഏകദേശം നമ്മളെ നാട്ടിൽ ഉണ്ടാവും തട്ടുദോശ. അതായത് പപ്പടത്തിനെക്കാട്ടി കുറച്ചുകൂടി വലുപ്പത്തിലുണ്ടാവും. അതിന് ചെറുതുമുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ഇവിടെ അറബിയാക്ക് നോൻപ് തുറക്കുന്ന സമയത്ത് വലിയ ഇഷ്ടമാണത്. അത് ഫ്രീ ആക്കിയിട്ട് അവർ കഴിക്കാറുണ്ട്. അപ്പോൾ അതിൽ വാൽനട്ട്, അതേമാതിരി കോക്കനട്ടിൻ്റെ പൗഡർ, ഈ പഞ്ചസാര ഇതൊക്കെ ചേർത്തിക്കൊണ്ടാണ് അവരത് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അത് എങ്ങനത്തെ സാധനമാണെന്നുള്ളത് അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വിദ പാർക്കാണുള്ളത്. ഈ വിദ പാർക്കിന്റെ ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ഈ അണ്ടർപാസിന്റെ ഇവിടെ ഒരു പ്രത്യേക ഒരു രസമാണ്. രണ്ട് സൈഡിലും ചുമരിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചെടിച്ചട്ടികൾ. നല്ല ഭംഗിയായി കാണാൻ. രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ചുമരില് നല്ല ശരിക്കും ഇങ്ങനെ ഒരു ആംഗിളറിൽ ഇങ്ങനെ കൊളുത്തിട്ടിരിക്കണം. നല്ല ഭംഗിയാണ് ഇവിടെ വന്നിട്ട് ഇത് കാണാൻ. കുറച്ച് സ്ഥലമുള്ള ഒരു 200 മീറ്റർ നീളത്തിലുള്ളത് ഈ അണ്ടർപാസ്. അവിടുന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റോഡ് ഫുള്ള് റെഡ് ലൈനാണ്. റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറിന്റെ നിറം കറുപ്പല്ലേ, ഇത് അങ്ങനെയല്ല. ഇതിവിടെ ഫുള്ള് ചുവപ്പ് നിറത്തിലുള്ള ടാറിങ് ആണ്. അത് ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതലുണ്ടാവും. രണ്ട് സൈഡിലും ചുവപ്പ് നിറത്തിലുള്ള ഈ ടാറിങ്. ഈ ഗത്തായിഫ് എന്ന് പറഞ്ഞ സാധനം നേരത്തെ ഉണ്ടാക്കിയിരുന്ന പുറത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ആ സാധനം ഉള്ളിൽ ഒരു ബേക്കറിന്റെ സെക്ഷനിൽ ഉള്ളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കാണാൻ പറ്റില്ല. ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗത്തായിഫ് എന്ന് പറഞ്ഞ സാധനം. നമ്മള് ചെറിയ തട്ടുദോശ മാതിരുണ്ടായ സാധനം. ഗത്തായിഫിനോട് ചേർന്നിട്ട് സ്വീറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഗത്തായിഫ് അവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച് അങ്ങനെ കൊണ്ടുവന്ന് ഗത്തായിഫ് വാങ്ങിച്ച് വണ്ടിയിൽ വെച്ച്. ഇതൊരു കിലോന് വരുന്ന 22 റിയാലാണ്.
ഇതിൻ്റെ അകത്ത് നിറച്ച കൂട്ട് കോക്കനട്ടിൻ്റെ പൗഡറും പഞ്ചസാരയും വാൽനട്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളത്. വാൽനട്ടും കോക്കനട്ടും പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലാക്കും. എന്നിട്ട് ഫ്രൈ ആക്കി കഴിക്കും. ചെറിയൊരു ചൂട് തട്ടിയാൽ മതി, കൂടുതൽ ചൂടിൻ്റെ ആവശ്യമില്ല.